ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്ന് 5 മിനിറ്റ്സ് ക്യാപ്സ്യൂൾ സെഷനിൽ പഠിക്കാനായിട്ട് പുതിയൊരു ചോദ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം പരീക്ഷയ്ക്ക് ഇനിയും ചോദ്യസാധ്യത വളരെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജയന്തിയ കുന്ന് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്നതായിരുന്നു PSC പരീക്ഷയുടെ ഒരു ചോദ്യം. ഓപ്ഷൻ എ മിസോറാം, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി മേഘാലയ, ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ഇവിടുത്തെ ശരിയായ ഉത്തരം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി മേഘാലയ ആണ് ശരിയായ ഉത്തരം. അപ്പൊ മറന്നു പോരുത്, ഇവിടുത്തെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി മേഘാലയ ആണ്. ഓപ്ഷൻ സി ആൻസർ ഓപ്ഷൻ സി ആണ് എന്ന കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ, ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു പർവ്വത മേഖലയുടെ എക്സാക്ട് ലൊക്കേഷൻ ഇന്ത്യയുടെ വടക്കു ഭാഗത്താണ് എന്ന കാര്യം മറന്നു പോരുത്. ഉത്തരപർവ്വത മേഖലയെ അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകളെ നമുക്ക് പ്രധാനമായും 3ആയി തരംതിരിക്കാം. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ഇപ്പോൾ ഉത്തരപർവ്വത മേഖലയെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളുടെ പേരാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളുടെ പേരാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളുടെ പേരാണ് പത്കായി, നാഗ, ഖാസി, ഖാരോ, ജയന്തിയ, മീസോ. അപ്പൊ ഇത്രയും പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഉത്തരപർവ്വത മേഖല, ഇത്രയും പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഉത്തരപർവ്വത മേഖല, ഇവിടെ ചോദിച്ച ചോദ്യം ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു, ജയന്തിയ കുന്നുകൾ എന്നത്. അപ്പൊ നിലവിൽ ഇത്തരത്തിലുള്ള പർവ്വതനിരകൾ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ കൃത്യമായി നോക്കി വെക്കുക എന്നത് ഇനിയുള്ള പരീക്ഷകളിൽ ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നോക്കാം. എന്താണ് കിഴക്കൻ മലനിരകൾ? നമ്മൾ പറഞ്ഞു പത്കായി, നാഗ, ഖാസി, ഖാരോ, ജയന്തിയ, മിസോ. ഈ കുന്നുകൾ ഉൾപ്പെടുന്ന കിഴക്കൻ മലനിരകൾ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരത്തിലുള്ള പർവ്വതനിരകളാണ് ഉത്തരപർവ്വത മേഖലയിലെ കിഴക്കൻ മലനിരകൾ അഥവാ ഈസ്റ്റേൺ ഹൈലാൻഡ്സ്. പൂർവാചൽ എന്നും അറിയപ്പെടുന്നു. അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണെങ്കിൽ പൂർവാചൽ എന്നും അറിയപ്പെടുന്നത് ആരെയാണ്? കിഴക്കൻ മലനിരകളെ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. നാഗാലാൻഡിലെ പത്കായി, നാഗ കുന്നുകൾ. അപ്പൊ നാഗാലാൻഡിലാണ് ഏതൊക്കെ കുന്നുകൾ? പത്കായിയും നാഗയും. മേഘാലയയിലെ ഖാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ. മിസോറാമിലെ മീസോ കുന്നുകൾ. അപ്പം സംസ്ഥാനങ്ങളും കിഴക്കൻ മലനിരകളുടെ ഭാഗമായ മറ്റ് കുന്നുകളും കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് ഇനിയും പഠിച്ചു വെക്കേണ്ടത്. ഇനി മറ്റൊരു PSC പരീക്ഷയ്ക്ക് ചോദിച്ചതായിരുന്നു, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന അല്ലാത്തത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖലയുടെ പങ്ക് അല്ലാത്തത്. ഈ രീതിയിൽ ചോദ്യം വന്നാൽ ഉത്തരം എഴുതുന്നത് എങ്ങനെ എന്നത് ഈ പറയുന്ന 6 സ്റ്റേറ്റ്മെന്റുകളിലൂടെ നമ്മൾ കൃത്യമായി പഠിക്കുക. നോക്കിയേ, ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുന്നതിൽ ഉത്തരപർവ്വത മേഖലയുടെ പങ്ക്. നമുക്കറിയാം, ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്ന നമ്മുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിരകൾ ഏതൊക്കെ തരത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങളെ സഹായിക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നോക്കാം. പുരാതന കാലം മുതൽക്ക് വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു, ഇന്ത്യയെ സംരക്ഷിക്കുന്നു. അതായത് പ്രാചീന കാലം മുതൽക്ക് തന്നെ വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കുന്നത് ഏതാണ്? ഉത്തരപർവ്വത മേഖലയാണ്. രണ്ടാമത്, മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഇന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നു. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി, അതായത് വടക്ക് കിഴക്കൻ മൺസൂണിനെയും തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയൊക്കെ തടഞ്ഞു നിർത്തുന്നതിന് ഉത്തരപർവ്വത മേഖല നിർണായകമായ പങ്ക് വഹിക്കുന്നു. ശൈത്യകാലത്ത് വടക്ക് നിന്ന് വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ തടയുന്നു. നെക്സ്റ്റ്, വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ കാണപ്പെടുന്ന മേഖലയാണ് ഉത്തരപർവ്വത മേഖല. ധാരാളം നദികളുടെ ഉത്ഭവ പ്രദേശമാണ്. നമുക്കറിയാം, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ ഉത്ഭവിക്കുന്നത് ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ്. ധാരാളം സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നു. കുളു, മണാലി, ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങളും കാണപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് ഉത്തരപർവ്വത മേഖല. അപ്പോൾ ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. കിഴക്കൻ മലനിരകൾ ആയിരുന്നു നമ്മുടെ ടോപ്പിക് എങ്കിലും ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായി കിഴക്കൻ മലനിരകൾ വരുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ഏരിയ കംപ്ലീറ്റ് പഠിക്കണം. ഇവിടെ പറഞ്ഞ മുഴുവൻ ചോദ്യങ്ങളും അല്ലെങ്കിൽ മുഴുവൻ പോയിന്റ്സുകളും ഫാക്റ്റുകളും പ്രീവിയസ് ചോദ്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി നിലവിൽ നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ ബാച്ച് റണ്ണിംഗ് ആണ്. മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന PSC എക്സാമുകൾക്കും ഈ രീതിയിൽ ഒരു പഠനം അനിവാര്യമാണ്. കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്ത് സിസ്റ്റമാറ്റിക്കായി പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കൃത്യമായി പഠിക്കുക, മുന്നോട്ട് പോവുക.